സോ അവളെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ തന്നെ മോസ്റ്റ് ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ് ഞങ്ങളുടെ സോണ. അതെ, അവള് എന്ത് കാര്യം ഉണ്ടെങ്കിലും എപ്പോഴും ഫാമിലിനെ ചേർത്ത് പിടിച്ച് അവൾ ചെയ്യാറുള്ളൂ. ഇവൻ ഞങ്ങളൊക്കെ ഇച്ചിരി സെൽഫിഷ് ആണെങ്കിലും അവൾ അങ്ങനെയല്ലായിരുന്നു. ചെറുപ്പം പോലെ ഒരു ചെറിയൊരു മുട്ടായി കിട്ടിയാൽ പോലും അവള് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് അവള് കഴിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു അവളുടെ. ഞങ്ങളോടിപ്പം ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഷീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ. ബിക്കോസ് ഒത്തിരി ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു അവള്. എന്റെ കല്യാണം കാണുക. ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പ് അവളൊരു പൊട്ടിയ പെണ്ണായിരുന്നു. അവളെ ആർക്കും പറ്റിക്കാമെന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അവൾ പോയി കഴിഞ്ഞപ്പം ഷീ ചേഞ്ച്ഡ് എ ലോട്ട് ആൻഡ് അവൾ കാണിച്ചു തന്നു എങ്ങനെയായിരിക്കണം ലൈഫിലെന്ന്. ഇപ്പം ഇവിടെ ഈ നിൽക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് അവളെ മണിക്കുട്ടൻ്റെ ഒരു ചെറിയൊരു പങ്കുണ്ട് അവൾ മാറ്റിയെടുത്തതിലും. ആൻഡ് ഓഫ് കോഴ്സ് ഷീ ഈസ് ദ റോൾ മോഡൽ ഫോർ അവർ ലൈഫ്. ലൈക്ക് അവള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ഞാനാണെങ്കിലും അവിടെ ചെന്നപ്പോൾ തന്നെ അവള് എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എൻ്റെ എല്ലാ കാര്യത്തിനും അവൾ കൂട്ടു നിൽക്കുമായിരുന്നു. ലൈക്ക് ഷീസ് ലൈക്ക് മൈ സെക്കൻഡ് മദർ. സോ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ സിബ്ലിങ്സ്. സോ ഫ്രം ദ ബിഗിനിങ് നമ്മൾക്ക് ഈച്ച് അതറേ ഉണ്ടായിരുന്നുള്ളൂ. എസ്പെഷ്യലി ഞങ്ങൾ പുറത്തേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടാളും ഈച്ച് അതറേ ഉണ്ടായുള്ളൂ. സോ എവിടെ പോയാലും ചേട്ടനും ഞാനും ഒന്നിച്ചായിരിക്കും. ഈവൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ആണെങ്കിലും ഞാനും ചേട്ടനും എല്ലാവരുടെയും സിബ്ലിങ്സും ഉള്ളത്. സോ എല്ലാ പരിപാടിക്കും ലൈക്ക് ട്രിപ്പ് പോയാലും ലൈക്ക് ഡ്രിങ്കിങ് ആയാലും എല്ലാത്തിനും ചേട്ടനാണ് എല്ലാ സപ്പോർട്ട്. ഈവൻ സോനയുടെ ലൈക്ക് പ്രപ്പോസ് ചെയ്യണ ഇഷ്ടമാണെന്ന് പറയണ സമയത്തായാലും ഈ ക്രോസ് ചെക്ക് വിത്ത് മീ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ ഞങ്ങള് എന്താ പറയാ ചേട്ടൻ്റെ വെഡ്ഡിങ് എപ്പോഴും ലുക്ക് ഫോർവേഡ് ചെയ്ത തിങ് ആയിരുന്നു. ഇറ്റ്സ് ലൈക്ക് ദേ ബീൻ ഡേറ്റിംഗ് ഫോർ 6 years or 7 years. അത് കഴിഞ്ഞ് ഈ ലോങ് വെയിറ്റിംഗ് കഴിഞ്ഞ് ലൈക്ക് വെൻ ദ വെഡിങ് ഹാപ്പൻസ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. സോ ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ് 7th November. 1.5 വർഷമായി പ്ലാനിങ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. കൃത്യം ഇന്ന് നവംബറിന് 6 വർഷമാവുകയാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു 3 വർഷത്തേക്ക് വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞേ. ഗൗൺ കണ്ടിട്ടില്ല, അതാണ് എൻ്റെ എക്സൈറ്റഡ് പാർട്ട്. ബാക്കി എല്ലാ എക്സൈറ്റിംഗ് പാർട്ടും കഴിഞ്ഞു. സോ nothing to be excited. My love, don't let go, hold on to me. My love, don't let go, hold on. ഭയങ്കര കെയറിങ്, എപ്പോഴും സപ്പോർട്ട് ചെയ്ത് എന്ത് കാര്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നിന്നോളൂ. എന്ത് പരിപാടിക്ക് ഓണാണ് എപ്പോഴും. പിന്നെ എൻ്റെ സെയിം വൈബ്, എന്ത് പരിപാടിക്കും ചിൽ മൂഡാണ്. അതൊക്കെയാണ് അവളുടെ ഒരു ക്യാരക്ടർ. When you feel like letting go, hold on. സോ ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്ന് 2018 ഞാൻ മണീനെ ആദ്യമായിട്ട് കാണുന്നത്. അവന് 19 years ആണെന്ന് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് കാണുന്ന പോലെ തന്നെയാണ് അന്നും ഇരിക്കുന്നത്. എന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു അവൻ്റെ ഇയർ കറക്റ്റ് 19 years ആണ്. മണി ഞങ്ങൾ ആദ്യം ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ അവൻ എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നി. ഒരു പ്രാവശ്യം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്, അങ്ങനെയാട്ടോ ഇഷ്ടമായത്. സോ ക്ലാസ്സിൽ വെച്ച് പഠിക്കുമ്പം അവൻ എന്നാ ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ക്ലാസ് വർക്കിൻ്റെ ഇടയ്ക്ക് ഇരിക്കുമ്പം അവൻ പതുക്കെ ഇങ്ങനെ കൈയും കൊണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോട്ടത്തിലൊക്കെ ഒരു ഇത് തോന്നില്ല. അന്ന് എനിക്കിങ്ങനെ ഡൗട്ട് തോന്നി, എന്തോ ഉണ്ടല്ലോ. പക്ഷെ പിന്നെ ഞങ്ങളത് വേണ്ടാന്നൊക്കെ വെച്ച് ഇങ്ങനെ ഓരോന്നും കാണിച്ച് തന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം അവൻ ബിയർ കുടിച്ചിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട്
എന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരാളെ ഇഷ്ടം, ആളുടെ അടുത്ത് ഇപ്പോൾ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂട്ടായതുകൊണ്ട് അതുകൊണ്ട് പറയാനാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ആ ഫോൺ വെച്ചിട്ട് തിരിച്ചു വിളിച്ചത് എന്നെ തന്നെയാണ്. അപ്പോൾ ഈ മനസ്സിലാവുന്നില്ല അവൻ എന്നോട് ഇഷ്ടമെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് നേരം എടി മന്ദൂത്തി നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ എന്നെ ഇഷ്ടമെന്ന്. സോ അത് വാസ് അവരെന്നോട് ഇഷ്ടമെന്ന് പറയണേ ഒക്ടോബർ അല്ല ഓഗസ്റ്റ് എങ്ങാണ്ട കഴിഞ്ഞ് 3 മാസം ഞാൻ അവനെ നടത്തിച്ച് കഴിഞ്ഞ് നവംബറിലാണ് I will catch you when the tears fall down. Should the world come crashing on all your dreams, my love, don't let go. Hold on to me. My love, don't let go. Hold on to me. Hold on. Hold on. May your heart be strong, may your fears be weak. Hold on, hold on. When you feel like letting go, hold on to me. I'll catch you. Hold on, I'll catch you. I'll catch you. As the sky wakes with a new sunrise, പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇത്രയും ദൈവ മാതാവേ എന്നിയാണ് അവതരിച്ച വേണ്ടി മാതാവേ എന്നെ അപേക്ഷിക്കാതെ ഈശോയുടെ ഹൃദയമേ കുടുംബത്തെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആർക്കെങ്കിലും അനുഗ്രഹിക്കുന്നവരെ ഞങ്ങൾ ക്ഷമിക്കണമേ. മനുഷ്യരുടെ കുടുംബാംഗങ്ങളെ എത്തുവാൻ പ്രവേശിക്കണമേ. അങ്ങേക്ക് നാട്ടിക്കുവാൻ സമൂഹത്തിലെത്തുന്നവരെ ആത്മീയ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ. മരത്തിലെ ഹൃദയം ആരോഗ്യ പിതാവ് ഞങ്ങൾ ദൃഷ്ടി അങ്ങേക്ക് സമർപ്പിക്കും. ജീവിതാരംഭത്തിൽ സജീവ സ്മരണ ഞങ്ങൾ നിർത്തുകയും ചെയ്യട്ടെ. ആമേൻ. സർവശക്തി തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതം എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരു അനർത്ഥം സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസം അർപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരർത്ഥം നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുവലിക്കാൻ അവിടെ നിന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മരിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലാവത്തിൽ ഉൾപ്പെടുത്തണമേ. നഷ്ടമേ നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ.
സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ജോസഫിനെയും സോനയെയും അനുഗ്രഹിക്കണമേ. ഖാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാതാക്കന്മാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. You stole the light from the stars above and brought it here tonight. I'm mesmerized, terrified, but I've never felt more alive. And I'm falling for you. And I'm falling for you. I wanna love you. I wanna love you. I wanna love you right. I wanna love you. I wanna love you right. All my life I've been waiting for this moment to arrive. Ooh. Is this a dream? I can't believe that you're standing here with me. Oh. And I'm falling for you. And I'm falling for you.
തിരുമുൻപാകെ അണച്ചിടാം. അന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർലോകത്തിൽ സർവേശനും ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മൗതത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപനൽകുവാൻ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യത്വത്തിൽ നന്മയ്ക്കും വേണ്ടി ഈ കൂടാശികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ ജനത്തെ ദുഃഖത്തിനെ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകനായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനായി നിന്റെ സ്നേഹം മൂലം നിന്റെ മണവാട്ടിയായ തിരഞ്ഞെടുത്തു. പ്രിയ കാഴ്ചകളുമായി രാജാവിനെ ഞങ്ങൾ സന്ദർശിക്കും. കോടികളായ ദൈവമാരെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭാഗത്തുകൾ കിടക്കുന്ന മക്കളിയാകും. നിന്റെ മക്കൾ മേശയ്ക്കും സൈന്യമുറകൾ പോലെയുമായിരിക്കും. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്റെ ധനവനാക്കിയായി തിരഞ്ഞെടുത്തു. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൽകിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രകാശിക്കുവാനും കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളും കേൾക്കുവാനും സകല സൗഭാഗ്യങ്ങളും നൽകുന്ന സഭയെ ഞങ്ങൾ സ്തുതിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ
പ്രേമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. ആമേൻ. പാടിടുവിൻ സർവ്വരും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങൾ ആക്ഷിക്കുകയും ഞങ്ങളോട് കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. സാധ്യമാവുക ഭാഗ്യമോടികളായ പിന്നെയും സ്വർണ്ണാഭരണമോ വിശേഷ വസ്തുക്കളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന മനുഷ്യരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിൽ പ്രത്യാശിക്കുന്ന സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം നമ്മളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ മാതാ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരിക്കുമല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ഗർഭീന മാത്രമാണെങ്കിലും ജീവദായകമായ കൊടുക്കുകയും തുല്യ അവകാശിനി എന്ന നിലയിൽ അവരോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങയോട് അങ്ങയുടെ ആത്മാവോടും കൂടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ യേശുവോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശുവോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. യേശുവിന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, യേശു നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിലൂടെ വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പരണികൾ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശുവോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്തുകൊണ്ട് ചെല്ലുമെന്ന് യേശു പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം പിടിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വെഞ്ചൽ വീഞ്ഞ് ആഗ്രഹിക്കുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആത്മമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഇന്ന് ഈ സായസന്ധ്യയിൽ നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഉദ്ദേശം ജോസഫിന്റെയും സോനയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാനായിട്ടാണ്. അല്പസമയം കഴിഞ്ഞാൽ ഇവര് പരസ്പരം വ്യക്തികളാകാൻ പോവുകയാണ്. വിവാഹം എന്ന ഉദാശ ഒരു പുതിയ
പിതാവും മാതാവും ഉണ്ണീശോയെ നസറത്തിൽ ജീവിച്ചിരുന്ന ആ ഒരു ഹോളി ഫാമിലിയെ പോലെ ഒരു തിരുക്കുടുംബം രൂപീകരിക്കാനായിട്ടാണ് ജോസഫും സോനയും ഇന്നിവിടെ വളരെ മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുക. ഇവർക്ക് ആദ്യമായി തന്നെ ഞാൻ വിചാരിച്ചതിൻ്റെ പേരിലും തോമസിന്റെ പേരിലും ഇവിടെ മാതാപിതാക്കളുടെ പേരിലും ബന്ധുമിത്രങ്ങളുടെ പേരിലും സഹോദരങ്ങളുടെ പേരിലും മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. എന്താണ് വിവാഹം? വിവാഹം ഒരു കൂദാശയാണെന്ന് പറയുന്നത്. It's a sacrament. A sacrament is when God the Father and Jesus the Son and Holy Spirit, the sustainer, all the three will come and dwell in the midst of Joseph and Sora. പരിശുദ്ധ ത്രിത്വം ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇവരെ അനുഗ്രഹിക്കുകയും ഇവരോടൊത്ത് വസിക്കുകയും ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് വിവാഹം. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹത്തെ കൂദാശ സാക്രമെന്റ് എന്ന് പറയുന്നത്. 7 കൂദാശകളാണ് സഭയിലുള്ളത്. ഒരു ക്രൈസ്തവൻ ജനിക്കുമ്പോൾ നമ്മൾ മാമോദിസ കൊടുക്കുന്ന മാമോദിസയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ. ഇംഗ്ലീഷിൽ സാക്രമെന്റ്സ്. പ്രായപൂർത്തിയായി 2 വീട്ടുകാരെ കൂടി ആലോചിച്ച് ആണ് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ജോസഫും സോനയും എന്നിവിടെ വന്ന് വിവാഹത്താൽ ബന്ധിതരാകുമ്പോൾ 2 പേരും ഞാൻ മനസ്സിലാക്കുന്ന പോലെ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അന്ന് എനിക്ക് പരിചയമുണ്ട്. സോനയെ എനിക്ക് ഈ കുട്ടിക്കാട് പറഞ്ഞ കുടുംബവുമായിട്ട് എനിക്ക് അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഫിലഡൽഫിയയിലായതുകൊണ്ടാണ് ഈ കുടുംബത്തെ പരിചയപ്പെടുന്നത്. ഇവിടെ വന്നിട്ടുണ്ട് ജോലി ചെയ്തത് എല്ലാവരും. അത്രയ്ക്കും അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം ഈ കുടുംബമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ചാച്ചനും അമ്മച്ചിയും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിൽ പോയി വീട്ടിൽ പോയി താമസിക്കാനും അവരുടെ സ്നേഹം പങ്കുവയ്ക്കാനും എനിക്കിടവരുന്നുണ്ട്. ഒരു ക്രൈസ്തവ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് സോന വരുന്നത്. ജോസഫിനെ മനസ്സിലാക്കാൻ വിചാരിച്ചെന്ന് പറഞ്ഞ ഇവിടെ കാച്ചപ്പള്ളി എന്ന് പറഞ്ഞ ആ ക്രൈസ്തവ പാരമ്പര്യമുള്ള കുടുംബത്തിൽ വരുന്നു. ഈ 2 പാരമ്പര്യവും കൂടി ഇന്ന് ഒരുമിക്കുകയാണ്. പ്രിയപ്പെട്ട ജോസഫ്, സോന, ഞാൻ 2-3 ചെറിയ നിങ്ങൾക്ക് ജീവിതത്തിൽ ഓർത്തിരിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ചെറിയ സന്ദേശങ്ങൾ നൽകുന്നത്. ഞാൻ പലപ്പോഴും വിവാഹത്തിന് സന്ദേശം കൊടുക്കുമ്പോൾ വിചാരിക്കാറുണ്ട്, ഇത് അച്ഛന്മാരല്ല പറയുന്നത്, കാരണന്മാരാണ്. ഒരുപാട് വർഷം വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതം നയിക്കുന്ന കാരണന്മാർക്കാണ് പ്രാക്ടിക്കൽ നോളുകൾ. അച്ഛന്മാരെ കണ്ടത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്നാലും ഒരു സക്സസ്ഫുൾ wedded life, there are 3 pillars for a successful married life. എന്നാണ് എൻ്റെ ബോധ്യം, ഉറച്ച വിശ്വാസം. The first and foremost pillar is prayer life, പ്രാർത്ഥനാ ജീവിതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു പ്രസംഗം വളരെ വൈറലാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഞാൻ എല്ലാ കുടുംബങ്ങൾക്കും, അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങൾക്കും ബൈബിൾ കൊടുക്കാൻ പോകുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാരണം, ഇന്ന് മതാത്മകതയില്ല, റിലീജിയസ് ലൈഫിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ പകർച്ചയുണ്ട്, പ്രാർത്ഥനാ ജീവിതം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറയാനാണെന്ന് അറിയില്ല, പക്ഷേ ബൈബിൾസിനാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അത് മനോഹരമായിട്ടൊരു സന്ദേശമാണ്. പ്രിയപ്പെട്ട ജോസഫ്, സോന, നിങ്ങളുടെ ജീവിതം വിജയിക്കണമെങ്കിൽ അത് പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങും. കുർബാനയിലാണ് ഇടയിലാണ് നിങ്ങൾ കല്യാണം നടത്തുന്നത്. ഇത് തുടർന്നും ഈ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം നയിച്ച യോസേഫ് പിതാവും മാതാവും ഉണ്ണി ഈശോയെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് അവിടെ ജീവിച്ചത്. ഒരു വലിയ ധനികളൊന്നല്ല,
പിതാവ് തച്ചനായിരുന്നു, മാതാവ് ഹോം മേക്കറായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവര് സന്തോഷകരമായിട്ടാണ് ജീവിതം നയിച്ചത്. കാരണം അവരുടെ കൂടെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഈശോ ഉണ്ടായിരുന്നുള്ള ഒരു ബോധ്യമാണ് ആഴത്തിലുള്ള ബോധ്യം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു കഥ ഞാൻ ഈ കല്യാണ സമയത്ത് പറയാറുണ്ട്. യേശുനാഥൻ ഒരു ദിവസം 5 കൊണ്ട് 5000 പേരെ തെറ്റിപ്പോയിട്ട് അവസാനം ക്ഷീണിച്ച് ഒരു കൊച്ചുവള്ളത്തിൽ ഗലീലി കടലിന്റെ അക്കരയ്ക്ക് കിടക്കാനായിട്ട് ശിഷ്യന്മാർ പറയുക. കർത്താവ് തോണിയിൽ കയറി ഉടനെ ഉറക്കം ആരംഭിച്ചു, കുറുക്കം വലിച്ചു തുടങ്ങുകയാണ്. പെട്ടെന്നാണ് ആ ഗലീല തടാകത്തിൽ കടലില് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. തോണി ഇങ്ങനെ പറയാൻ പോകുന്ന പോലെ, കൊച്ചു തോണിയാണ്, ഒരു വെള്ളം കയറി. ശിഷ്യന്മാരെ പേടിച്ച് യേശുവിനെ പിടിച്ച് കുലുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവേ കടന്നു വരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടൻ തന്നെ യേശു എഴുന്നേറ്റ് 2 കാര്യങ്ങൾ ചെയ്തതാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യം കടലിനെ ശാന്തമാവുക, ഞാൻ എൻ്റെ നാഥനാണ്, കടൽ ശാന്തമാണ്. രണ്ടാമത് കർത്താവ് ശിഷ്യന്മാരെ ശകാരിക്കുന്നത്, why were you afraid if the creator God is with you? ദൈവമാകുന്ന ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അവരെ ശകാരിക്കുന്നത്. അതുകൊണ്ട് ജോസഫ് സഹോദരൻ, നിങ്ങൾ ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ ആരംഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിതാവായ ദൈവത്തിന്റെ ആഴത്തിലുള്ള സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ രക്ഷാകര സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കുടുംബജീവിതം ജീവിക്കും. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾക്കുണ്ടാകുന്നത് ഈ പ്രാർത്ഥനയുടെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ദിവസത്തിൽ അല്പസമയം കിടന്നുറങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തും. അല്പസമയം ബൈബിളെടുത്ത് വായിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആ ജീവിതത്തിലേക്ക് കർത്താവ് ശാന്തിയും സമാധാനവും ഒക്കെ കുളിർമയായിട്ട് നിങ്ങളിലേക്ക് ഒതുക്കിത്തരും. The second pillar of a successful married life is, of course, love. Marriage filled with love. നമ്മൾ സിനിമയിൽ കാണുന്ന, നോവൽ വായിക്കുന്ന കാമത്തിന്റെയോ പ്രണയത്തിന്റെയോ ഒന്നുമില്ല ഒരു സ്നേഹമെന്ന് പറയും. യേശു ക്രിസ്തു തന്റെ മണവാട്ടിയായ ക്രിസ്തുവിന് വേണ്ടി ചോര ചിന്തി 3 ആളുകളിൽ പിടഞ്ഞു മരിച്ച ആ ഒരു സ്നേഹമാണ്. അതിനെ പൗലോസിനെ വിളിക്കുന്നത് അഗാപ്പെ എന്ന സ്നേഹമാണ്. എല്ലാം മറക്കുന്ന, എല്ലാം പൊറുക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം സ്വീകരിക്കുന്ന ഒരു ദൈവസ്നേഹത്തിന്റെ ഭാവമാണ്. ഗ്രീക്ക് വാക്കാണ് പൗലോസ് ഉപയോഗിക്കുക, അഗാപ്പെ. ജോസഫ് സോന, നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിതത്തിൽ ഈ അഗാപ്പെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, അത് പരസ്നേഹമായിട്ട് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത്. ജോസഫ് ഒരു ദിവസം പുറത്തുപോയി കൂട്ടുകാരുടെ അടിച്ചു വിളിക്കുന്ന പാർട്ടിയുണ്ട്. അപ്പോൾ സോനിയെ വിളിച്ച് എൻ്റെ കരളെ കടി ഞാൻ അല്പം നേരം വിളിക്കുമ്പോൾ എന്ന് വിളിച്ച് പറയുമ്പോൾ സോനക്കറിയാം സോനിയെ ജോസഫിന് കമ്മ്യൂണിക്കേഷൻ, റിയൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാവുന്നു. പല കുടുംബ ബന്ധങ്ങളും ശിഥിലീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിവാഹബോധത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഉള്ളി തുണ്ടുപിടിക്കുന്ന പോലെ അവസാനം ഒന്നും ഉണ്ടാവും, ചെറിയ പ്രശ്നങ്ങളായി. അതുപോലെ എനിക്ക് ജോസഫിനോടും സോനയോടും പറയാനൊരു കാര്യം, സൈക്കോളജിയില് യോഹാനിസ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ. യോഹാനിസ് വിൻഡോയില് 4 അറകളാണ്. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രെങ്ത് മനുഷ്യൻ, 2 നെഗറ്റീവായിട്ടുള്ള എന്താണ് പറയുക
കഴിവുകളുള്ള ജീവിതത്തിൽ സ്ട്രെങ്തുള്ള ശക്തികളുള്ള ഒരു വ്യക്തിയാണ് സോന. സോനയെ അതേപോലെ അംഗീകരിക്കണം. അതുപോലെ തന്നെ വീക്ക്നെസ് ഉണ്ടാകും, അതും അംഗീകരിക്കാനായി സാധിക്കും. സോനയുടെ എനിക്ക് പറയാനുള്ളത് ജോസഫിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അംഗീകരിക്കുമ്പോൾ ആ പരസ്പരം പൂരകമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ജീവിതം നയിക്കാൻ സാധിക്കും. അങ്ങനെ ആ സ്നേഹത്തിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന മക്കളിലേക്കും നിങ്ങളുടെ അയൽപ്പക്കക്കാരിലേക്കും നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്കും ഒക്കെ ഈ സ്നേഹം നിങ്ങൾ പകർന്നു കൊടുക്കുക. That is the meaning of real married life. Married life filled with love, agape. Third pillar of a successful married life is that നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഈ വിവാഹത്തിന്റെ ഒരു പ്രതിജ്ഞ എടുക്കുന്നത് അതൊരിക്കലും മറക്കാൻ പാടില്ല. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സോടെ സ്നേഹത്തിൽ പരസ്പര സ്നേഹത്തോടുകൂടി. മൂന്നാമത്തെ കാര്യം അടിവരട്ട് ഞാൻ പറയാൻ പോകുന്നത് വിശ്വസ്തയോടെ ജീവിക്കാനായിട്ട് പോകുന്നതാണ്. എന്താണ് വിശ്വസ്തത? മലയാളത്തിലെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ അർത്ഥം മുഴുവനുണ്ട്. ഇംഗ്ലീഷിൽ ഫിഡലിറ്റി. The word fidelity has got much more meaning, deep meaning. അതായത് ഇന്നു മുതൽ ജോസഫും സോനയും ദൈവത്തോട് വിശ്വസ്തരായ അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ബന്ധുമിത്രാദികളോടും ആ ഫിഡലിറ്റി കാണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തമ്മിലുള്ള ഫിഡലിറ്റിയാണ്. എല്ലാ കാര്യത്തിലും ചാരിത്രശിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ പ്ലാനിങ്ങിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പണത്തിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഒരു ഫിഡലിറ്റി ആവശ്യമാണ്. ഈ ഒരു വിശ്വസ്തത നിങ്ങളെ കാത്തുപരിപാലിക്കാൻ ജീവിതം ചെയ്യും. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും തരികയാണ്. ഞങ്ങൾക്ക് അകലെ വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ കുടുംബത്തിലെ തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആശംസകൾ തരാനും. ധൈര്യമായിട്ട് ഈ തീരുമാനം എടുത്തോളൂ. ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വികാരിച്ചതിനെയും തോമസ് ആചാര്യച്ചതിനെയും ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ പേരിൽ വിവാഹ ജീവിതത്തിന്റെ ആദ്യമായ മംഗളങ്ങൾ നൽകുന്നത് പിതാവിന്റെയും ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി സോനയെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. സോന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ എന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള വീടുകളിലുള്ള അടയാളമായി പരസ്പരം വർദ്ധന ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളുടെ വിവാഹത്താൽ ലഭിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിയെ വ്യാപകം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസത്തിലും ബന്ധിക്കുവാനാകട്ടെ. യുദ്ധപ്രധാന ക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശുകൾക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി വെച്ചിരുന്നത് കൃപാവരത്തിന്റെ അനുസരണത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ.
അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ അവിടുത്തെ വസന്തത്തിലെത്താതെ ലോകത്തെ രക്ഷകരായി നിയമിച്ച് സ്വർഗ്ഗത്തിൽ മകൾക്ക് വസന്തം ചെയ്യുവാൻ ഇവിടെ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആന്തരിക സംരക്ഷാലും മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശക്തിയും നമ്മളെ സന്തോഷിക്കുന്നതിനും അവരെ ചിന്തിക്കുന്നതിനും അവരെ സഹായിക്കും. ബഹുമാനവും ആമേൻ.
കുടുംബത്തിന്റെ നായകനായ യോസേഫിന്റെയും മധ്യസ്ഥൻ കുടുംബജീവിതത്തെ ഐശ്വര്യമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥാനായിരിക്കും. ആമേൻ. ഉന്നതമായ സ്നേഹത്താൽ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മങ്ങളെയും കൊണ്ടാടുകയും ചെയ്ത കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വാഹനം നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവർ നിങ്ങളെ കാത്തുകൊള്ളുവാനാകട്ടെ. വിശുദ്ധായുടെ അവകളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നിങ്ങളെ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യങ്ങളെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയവളവരെ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുർബാന നമസ്കാരമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഇനി ഒരു മോയിലും നടന്നുകൂടാ. Standing in my own belief, swinging from the willow tree. Sun is shining, spotlight over me. Bet you I'm the only one to see what's really going on beneath. Feels like starting over until it's over. Here's to starting over.
star.